ഹലോ, വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ഡിഷാണ്. പാൽ കാവത്താണ്. കാവത്തിന് കാച്ചിൽ എന്നൊക്കെ പല സ്ഥലത്തും പറയും തോന്നുന്നു. നമ്മളിവിടെ കാവത്ത് എന്നാണ് പറയാം. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഫസ്റ്റ് നമുക്ക് കാവത്ത് പോയി പറിക്കാം. കാവത്ത് തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് ഒരു വെള്ള കളർ പോലത്തെയും പിന്നെ ഒന്ന് വയലറ്റ് കളറുള്ളതും. നമ്മൾ വെള്ള കളറുള്ള കാവത്താണ് പറിക്കുന്നത്. രണ്ടും സെയിം ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ കളറിൽ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. സോ നമുക്കിത് പറിച്ചിട്ട് പാൽ കാവത്ത് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കാവത്ത് പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞു കൊടുക്കണം. തൊലി കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ വയലറ്റ് കളറില്ല, അതൊക്കെ നല്ല പോകുന്ന രീതിയിൽ നല്ല ആഴത്തിൽ വേണം തൊലി കളഞ്ഞു കൊടുക്കാൻ. നല്ല പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കഴുകുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴുകുമ്പോൾ ഒരു പശ പോലെ ഉണ്ടാവും, ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 5-6 തവണ വെള്ളം മാറ്റി മാറ്റി കഴുകി കൊടുക്കുക. എന്നിട്ട് ആ പശയൊക്കെ നല്ല പോലെ കളയണം. എന്നിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ. അങ്ങനെ നമ്മൾ കാവത്ത് നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കാവത്താണെങ്കിലും കപ്പയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പിന്നെ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ആ കാര്യം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ 4 പച്ചമുളക്, 12 ചെറിയ ഉള്ളി, 4 എല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കാവത്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയെ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് വലിയ 2 തേങ്ങയുടെ 2ആം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കാവത്ത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ വാട്ടർ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 വിസിലാകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. കുക്കർ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കാവത്തൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വെന്തുടഞ്ഞ് കിട്ടണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഉടഞ്ഞില്ലെങ്കിൽ ഒരു തവി വെച്ച് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ തേങ്ങാപ്പാൽ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കണം. അതിനൊരു പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായാൽ നമ്മളതിലേക്ക് ചെറിയ ഉള്ളി, 12 ചെറിയ ഉള്ളി കുഞ്ഞതായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ആവണം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത്
ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാൽ കാവത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെറിയുള്ളിയും വറ്റൽമുളകും തൂമിച്ചത് എണ്ണയോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽ കാവത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പാൽ കാവത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഞാനിവിടെ കുരുമുളകിട്ട് വറ്റിച്ച മീൻകറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഞാൻ ഈ മീൻകറിയുടെ റെസിപ്പി ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മീൻകറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോംബോ ആണ് ഈ പാൽ കാവത്ത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.